ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 2025 മികച്ച നടൻ ആരായിരിക്കും? ഇക്കുറി അത് ഒരു വലിയ മത്സരം തന്നെയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറെക്കുറെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ സിനിമകളാണ് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഇതിനിടയിൽ മത്സരത്തിനുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മമ്മൂട്ടിയുടേതായി ഭ്രമയുഗമാണ് മുന്നിൽ നിൽക്കുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു ഏടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ തന്നെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലെടുത്താൽ ആദ്യ 2-ൽ തന്നെ നിൽക്കും ഈ ചിത്രം എന്ന് തന്നെ പറയാം. മോഹൻലാലിൻ്റെതായി വരുന്നത് ഇവിടെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വേറെ ഒരു ചിത്രവുമല്ല, മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം തന്നെയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി എത്തി വാലിബനായി എത്തിയ ആ ഒരു സിനിമയുമാണ്. ഇക്കുറി എല്ലാ ആരാധകരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നതും അതുതന്നെയായിരിക്കും. ഭ്രമയുഗവും വാലിബനും ഏറ്റുമുട്ടുന്നു, അല്ലെങ്കിൽ കൊടുമൺ പോറ്റിയും വാലിബനും ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയമെന്നുള്ളതാണ്. എന്താണേലും പ്രകടനത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്താണേലും സോഷ്യൽ മീഡിയയും അതേപോലെ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ പേഴ്സണലായിട്ടും ഒക്കെ നമുക്കുള്ള അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഭ്രമയുഗം ഒരു 1.5 സിനിമ തന്നെയായിരുന്നു എന്നുള്ളതാണ്. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് തന്നെ വരുന്നു. മമ്മൂട്ടി എന്ന നടൻ്റെ കരിയർ ബെസ്റ്റ് അല്ലെങ്കിൽ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്കും ആ സിനിമ ആകർഷിക്കുകയും ചെയ്തു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി വന്ന് ജനങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുകയും ഒപ്പം ആശ്ചര്യപ്പെടുത്തുകയും ചെയ്ത പ്രകടനമായിരുന്നു മമ്മൂട്ടിയിൽ നിന്ന് ഉണ്ടായത്. സിനിമ കൊമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയിരുന്നു, അതേപോലെ തന്നെ ആർട്ടിസ്റ്റിക് വാല്യൂ വെച്ച് നോക്കുമ്പോഴും അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ പല വിദേശ രാജ്യങ്ങളിലെ മേളകളിലും ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു അവാർഡുകളും അതേപോലെ തന്നെ ശ്രദ്ധയും ആകർഷിക്കാൻ കഴിഞ്ഞു. മലൈക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രമാണ്. നൻപകൽ നേരത്ത് മയക്കമെന്ന ഗംഭീര ചിത്രം മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ആ ചിത്രത്തിന് തൊട്ടു പിന്നാലെ വരുന്ന മോഹൻലാൽ സിനിമയായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള പേരിലാണ് സിനിമ വന്നെങ്കിലും ആർട്ടിസ്റ്റിക് വാല്യൂലായിരുന്നു സിനിമയ്ക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നത്. മോഹൻലാലിൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് സിനിമയ്ക്ക് ആക്കവും അല്ലെങ്കിൽ ഏറ്റവും മാറ്റുകൂട്ടുന്നതും. ഇക്കുറി മത്സരിക്കാൻ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും ഉണ്ട് എന്നുള്ളതാണ്. ഭ്രമയുഗം എന്ന സിനിമ തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്. അതിപ്പോൾ ആരാധകരും എതിരാളികളുമൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന കൊടുമൺ പോറ്റി തന്നെയാണ് പ്രകടനത്തിൻ്റെ കാര്യത്തിൽ. മലൈക്കോട്ടെ വാലിബനും ഒട്ടും പിന്നിലല്ല എന്നുള്ളത് തന്നെ എടുത്തു പറയാം. എന്നിരുന്നാലും കൊടുമൺ പോറ്റിയോട് ഏറ്റുമുട്ടാൻ വാലിബന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ്. അവസാന റൗണ്ടുകളിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. എന്താണേലും ആരൊക്കെ ഏത് വശത്തൂടെ വന്നാലും കൊടുമൺ പോറ്റി തന്നെയായിരിക്കും നമ്പർ 1 എന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല. കഴിഞ്ഞ 3 വർഷങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ്. മമ്മൂട്ടി എന്ന നടൻ തന്നെയാണ് ഒരു സൈഡിൽ സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡിനുമൊക്കെ ഒരു സൈഡായിട്ട് നിൽക്കുന്നത്, ബാക്കി ആളുകൾ മറ്റൊരു സൈഡിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. 2022 നമുക്ക് കാണാൻ കഴിഞ്ഞു, നൻപകൽ നേരത്ത് മയക്കത്തിലൂടെ മമ്മൂട്ടി ഒരു വലിയ മല പോലെ നിന്നപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബാക്കി ഒരു പറ്റം ചെറുപ്പക്കാർ കൂട്ടു നിൽക്കുകയും എന്നിട്ട് മമ്മൂട്ടി തന്നെ സംസ്ഥാന അവാർഡ് നേടുന്നതും. 2023 നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയായിരുന്നു. അതിനകത്തിൽ ഒരു സൈഡിൽ മമ്മൂട്ടിയും മറ്റു സൈഡിൽ യുവതാരങ്ങളും, ഒപ്പം അതിനകത്തിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, പൃഥ്വിരാജ് നേടുന്നതും നമ്മൾ കണ്ടു. 3ാമത്തെ തവണയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ഒരു മല പോലെ തന്നെ മമ്മൂട്ടി നിൽക്കുന്നു, മറ്റു സൈഡിൽ ഇക്കുറി അതിലും വലിയ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു മലയായ മോഹൻലാലും ഉണ്ട് എന്നുള്ളതാണ്. ഇനിയും അതിന് പിന്നാലെ ഒരു പറ്റം ചെറുപ്പക്കാരും ഉണ്ട് എന്നുള്ളത്. 2024 അവാർഡാണ് 2025 വരുന്നത്. ഇനി 2026 നോക്കിയാലും ഇപ്പോഴേ മമ്മൂട്ടി തൻ്റെ സ്പോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും അതേപോലെ തന്നെ സംസ്ഥാന അവാർഡിലെ മികച്ച നടൻ ആരായിരിക്കുമെന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷന് വേണ്ടിയും. എന്തായാലും ജൂൺ ജൂലൈയോടെ ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന സിനിമയുടെ റിസൾട്ടുകൾ പുറത്തു വരുന്നത്. ഇതോടെ നാമനിർദ്ദേശം കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ലാസ്റ്റ് ഡേറ്റും കടന്ന് ഒരുപാട് സിനിമകൾ പോയിരിക്കുന്നു. ഇനി അത് സോർട്ട് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാനിരിക്കുന്നത്. കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കൊടുമൺ പോറ്റി കൊണ്ടുപോകുമോ വാലിബൻ കൊണ്ടുപോകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കാൻ. അതല്ല ഇവരല്ലാതെ മറ്റാരെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. ഒപ്പം നിങ്ങൾക്ക് പറയാം, ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആരാധകനല്ലെങ്കിലും ഈ പറഞ്ഞ 2 താരങ്ങളുടെയും നിങ്ങൾക്ക് വിലയിരുത്താം. ഒപ്പം ആർക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ചാൻസ് എന്നുള്ളതും കൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.